കേരളത്തിന്റെ ഹൃദയഭാഗത്ത് എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് പ്രകൃതിയും പുരാണവും കൈകോർക്കുന്ന ഒരു മനോഹരമായ ഇടമുണ്ട്, ഭൂതത്താൻകെട്ട്. ഇവിടെ വന്നാൽ അധികമാരും പോകാത്ത, എന്നാൽ കാണാതെ പോകരുതാത്ത ഒരു കാട്ടുപാതയുണ്ട്. ഡാമിനപ്പുറം കാടിന്റെ വന്യതയ്ക്കുള്ളിൽ വിസ്മൃതിയിലാണ്ട് കിടക്കുന്ന ഒരു പുരാതന ലോകത്തേക്കാണ് ഈ വഴി നീളുന്നത്. ഇലച്ചാർത്തുകൾക്കിടയിലൂടെ അരിച്ചെത്തുന്ന പച്ചപ്പിന്റെ തണലിലേക്ക്, വന്യതയുടെ മടിത്തട്ടിലേക്ക് നമ്മൾ ചുവടുവെക്കുകയാണ്. ചുറ്റും ആകാശം തൊട്ടു നിൽക്കുന്ന കൂറ്റൻ മരങ്ങൾ, കാറ്റിന്റെ കൈപിടിച്ച് ഒഴുകിയെത്തുന്ന പക്ഷികളുടെ കളകൂജം. നമ്മൾ ആ പഴയ ശിലക്കെട്ടുകളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. സൂര്യപ്രകാശം മരച്ചില്ലകൾക്കിടയിലൂടെ അരിച്ചെത്തുമ്പോൾ ഈ മണ്ണിലെ ഓരോ കല്ലിനും ആ പഴയ ശിലക്കെട്ടുകളുടെ കഥ പറയാനുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് കൈലാസനാഥനായ ശിവഭഗവാനും പാർവതി ദേവിയും തമ്മിലുണ്ടായ ഒരു ചെറിയ പ്രണയ കലഹത്തിൽ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത്. പിണങ്ങിപ്പോയ ദേവനെ തേടിയിറങ്ങിയ ദേവി കണ്ടത് തന്റെ ഭർത്താവിന്റെ ജടയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഗംഗാദേവിയെയാണ്. പ്രപഞ്ചനാഥന്റെ ആ ചതിയിൽ മനം നൊന്ത് പ്രതികാരദാഹിയായി ദേവി കലിതുള്ളി മടങ്ങി. എന്നാൽ എന്തായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചത്? സൂര്യവംശ രാജാവായ ഭഗീരഥൻ തന്റെ 60,000 പൂർവികർക്ക് മോക്ഷമേകാൻ സ്വർഗഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ കഠിന തപസ് ചെയ്തു. പ്രപഞ്ചത്തെ മുഴുവൻ പ്രകമ്പനം കൊള്ളിച്ച ആ പ്രാർത്ഥനയ്ക്കൊടുവിൽ ഗംഗ സ്വർഗത്തിൽ നിന്ന് താഴേക്ക് പതിച്ചു. എന്നാൽ ആകാശത്തു നിന്ന് വീഴുന്ന ഗംഗയുടെ ആ അഹങ്കാരവും രൗദ്രഭാവവും ഭൂമിയെ തകർക്കുമെന്ന് ഭയന്ന ലോകത്തെ രക്ഷിക്കാൻ മഹാദേവൻ തന്റെ ജട അഴിച്ചു പിടിച്ചു. കുത്തിയൊലിച്ച ഗംഗയെ ശിവൻ തന്റെ ശിരസിലെ ജടയ്ക്കുള്ളിൽ തടവിലാക്കി. ലോക നന്മയ്ക്കായി ശിവൻ ചെയ്ത ആ ത്യാഗം പക്ഷേ കൈലാസത്തിൽ മറ്റൊരു കനലായി മാറി. തന്റെ പ്രാണനാഥന്റെ ശിരസിൽ മറ്റൊരു പെണ്ണൊളിച്ചിരിക്കുന്നു എന്ന പാർവതി ദേവിയുടെ പരിഭവം. ആ പ്രണയപ്പിണക്കമാണ് കേരളത്തിലെ പെരിയാർ തീരത്ത് ഒരു പുതിയ ചരിത്രത്തിന് വഴിമാറുന്നത്. പിണങ്ങിപ്പോയ ദേവനെ തിരികെ കൊണ്ടുവരാൻ ദേവി ഒരു തന്ത്രം മെനഞ്ഞു. പെരിയാറിന്റെ മാറിലൂടെ കുതിച്ചു പായുന്ന ആ ജലത്തെ തടഞ്ഞു നിർത്തുക. പ്രളയമുണ്ടാക്കി തൃക്കാരിയൂരിലെ ശിവഭക്തരെയും ക്ഷേത്രത്തെയും വെള്ളത്തിനടിയിലാക്കും. തന്റെ ഭക്തരുടെ വിലാപം കേട്ട് ശിവൻ ഓടി വരുമെന്ന് ദേവി ഉറച്ചു വിശ്വസിച്ചു. മനുഷ്യസാധ്യമല്ലാത്ത ആ ദൗത്യത്തിനായി ദേവി വിളിച്ചത് ശിവന്റെ തന്നെ ഭൂതഗണങ്ങളെയാണ്. സൂര്യോദയത്തിനു മുൻപ് പണി തീർക്കണം എന്ന നിബന്ധനയോടെ ആ കൂറ്റൻ ശിലകൾ ഭൂതങ്ങൾ ചുമലിലേറ്റി. രാത്രിയുടെ നിശബ്ദതയിൽ പെരിയാറിന്റെ ഹൃദയത്തിൽ കല്ലുകൾ അണിനിരന്നു. അണക്കെട്ട് ഏകദേശം പൂർത്തിയാകാറായ നിമിഷം. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. തന്റെ ഭക്തരെ കാക്കാൻ ഭഗവാൻ തന്നെ അവതരിച്ചു. വെളുപ്പിനെ കൂവുന്ന പൂവൻ കോഴിയുടെ രൂപത്തിൽ ശിവൻ ആവിർഭവിച്ചു. അർദ്ധരാത്രിയിൽ കാലം തെറ്റിമുഴങ്ങിയ ആ കോഴിയുടെ കൂവൽ കേട്ട് ഭൂതങ്ങളിൽ നേരം പുലർന്നുവെന്ന് കരുതി പണി പാതി വഴിയിൽ ഉപേക്ഷിച്ച് അവർ ഇരുട്ടിലേക്ക് മറഞ്ഞു. ഇന്നും ആ പെരിയാറിന്റെ കയങ്ങളിൽ ഭൂതങ്ങൾ 12 വെക്കാൻ മറന്ന ആ 12 കല്ലുകളുടെ വിടവ് നമുക്ക് കാണാം. പ്രണയത്തിന്റെ പിണക്കവും ദൈവത്തിന്റെ തന്ത്രവും ഇന്നും ആ പാറക്കൂട്ടങ്ങളിൽ മന്ത്രിക്കുന്നുണ്ട്. മനുഷ്യൻ പണിത ആധുനിക അണക്കെട്ടിന് കാവലായി ഭൂതങ്ങൾ പണിത ആ പഴയ ശിലക്കെട്ട് ഇന്നും അവിടെയുണ്ട്, കാലത്തിന് മായ്ക്കാനാവാത്ത ഒരു ഐതിഹ്യമായി. ഭൂതങ്ങൾ പണിത ഈ പഴയ കെട്ടും അതിനപ്പുറം മനുഷ്യൻ നിർമ്മിച്ച പുതിയ അണക്കെട്ടും രണ്ടും 2 കാലഘട്ടത്തിന്റെ സാക്ഷികളായി ഇവിടെ നിൽക്കുന്നു. ഈ കാറ്റിലും പുഴയുടെ ഇരമ്പലിലും ഇന്നും ആ പഴയ കഥകളുടെ മർമ്മരങ്ങൾ കേൾക്കാം.